2022 ഞാൻ കൊച്ചി സിറ്റിയിൽ എറണാകുളം സെൻട്രലിലെ ACP ആയിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള അംബേദ്കർ സ്റ്റേഡിയത്തിൻ്റെ തെക്കുവശത്തെ വഴിയിലൂടെ ഒരാൾ അവിടുത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് ആടി വരികയും അയാളവിടെ കമന്ന് മറിഞ്ഞു വീഴുകയും ചെയ്തു. അപ്പോൾ അവിടെ കുറേ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെല്ലാം ഉണ്ടായിരുന്നു. അവർ വിചാരിച്ചത് ആരോ മദ്യപിച്ച് അവിടുന്ന് വന്ന് വീണതായിരിക്കുന്നതാണ്. കുറേ നേരം കഴിഞ്ഞ് ഓട്ടോറിക്ഷക്കാർ ശ്രദ്ധിച്ചപ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒഴുകി വരുന്നത് കണ്ടു, രക്തം പോലെ. അവർ നോക്കിയപ്പോൾ അയാൾ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകി വരുന്നതായിട്ട് കണ്ടു. അവരപ്പോൾ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് വിവരം പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് നോക്കിയപ്പോൾ അയാൾ പരിക്കേറ്റ് കിടക്കണമെന്ന് മനസ്സിലായി. അപ്പോൾ ഉടൻ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറഞ്ഞ് കൺട്രോൾ റൂം വെഹിക്കിൾ അവിടെ സ്ഥലത്തെത്തി അയാളെ പരിശോധിച്ച് അയാൾക്ക് എന്തോ മുറിവ് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തി പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് 6ഓളം കുത്തുകൾ അയാളുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ കുത്തേറ്റ് അയാൾ മരിച്ച നിലയിലാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിയത്. ഉടൻ തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ച് അവിടുത്തെ അന്നത്തെ CI വിജയശങ്കർ എന്നെയും വിവരം അറിയിച്ചു. ഞാനും വിജയശങ്കറും പെട്ടെന്ന് തന്നെ അവിടെ എത്തി. തുടർന്ന് ഇയാളെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് തന്നെ ഉള്ള ഒരു സ്വാഗത് എന്ന് പറഞ്ഞ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സന്തോഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. അവിടെ 20 വർഷത്തോളമായിട്ട് അയാൾ ജോലി ചെയ്യുകയാണ്. അവിടെ താമസിച്ച് ജോലി ചെയ്ത് വരുന്നതാണ്. ചില ദിവസങ്ങളിൽ അയാൾ പുറത്തേക്ക് പോകാറുണ്ട്. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ അവസാന ദിവസമായിരുന്നു. അപ്പോൾ അയാൾ ഉത്സവത്തിന് പോകുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. കൂടെ 3ഓളം ജോലിക്കാരുണ്ട്. അവരുടെ കൂട്ടത്തിലാണ് ഇയാൾ കിടന്നുറങ്ങാറ്. അന്ന് അയാൾ പുറത്തേക്ക് പോയതാണ്. പിന്നീട് ഇയാളെ മരിച്ച നിലയിലാണ് കാണുന്നത്. ഈ അംബേദ്കർ സ്റ്റേഡിയത്തിൽ നിന്ന് ഇയാൾ പുറത്തേക്ക് വന്ന് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ വന്ന് വീണ സമയം പുലർച്ചെ രാവിലെ 4:15 മണിക്കായിരുന്നു. ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും സമയം 5 മണിയായി. ഈ വിവരം പറഞ്ഞ് ഞാനും വിജയശങ്കറും സ്ഥലത്തെത്തിയത് 5:30 സ്ഥലത്തെത്തി. ഉടൻ തന്നെ ഈ കേസിൻ്റെ അന്വേഷണം ഉടൻ തന്നെ തുടങ്ങി. കാരണം ഇതിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ അതിലെ പ്രതിയെ കണ്ടെത്തുക എന്ന് പറഞ്ഞത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. കേസിൻ്റെ ആദ്യത്തെ അന്വേഷണ സമയങ്ങൾ ഗോൾഡൻ ഹവേഴ്സ് എന്ന് പറഞ്ഞ സമയമുണ്ട്. ആ സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ ഇതിൽ വേണ്ട അന്വേഷണങ്ങൾ നടത്തുക, പ്രതികളിലേക്കുള്ള എന്തെങ്കിലും സൂചന കണ്ടെത്തുക എന്നുള്ളത് അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സ്ഥലത്ത് വിശദമായ പരിശോധനകൾ നടത്തുകയും അതുപോലെ തന്നെ പോലീസ് ഡോഗിനെ സ്ഥലത്ത് കൊണ്ടുവന്ന് പരിശോധന നടത്തുകയും മറ്റും ചെയ്തു. പോലീസ് ഡോഗ് അവിടെ നിന്ന് ഗന്ധം പിടിച്ച് കുറച്ച് നീങ്ങുകയൊക്കെ ചെയ്തെങ്കിലും പ്രത്യേകിച്ചൊരു സൂചനയും അവിടെ നിന്ന് കിട്ടിയില്ല. തുടർന്ന് സ്ഥലത്തുള്ള എല്ലാ CCTV അവൈലബിളായിട്ടുള്ള എല്ലാ CCTVകളും പരിശോധിച്ചു. അതുപോലെ സ്ഥലത്തുള്ള കടകളിൽ ട്രാൻസാക്ഷൻസ് നടത്തിയ വന്ന ആളുകളും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് നടത്തിയ ആളുകളുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, ഓട്ടോറിക്ഷക്കാർക്ക് പണം നൽകിയ ആളുകളുടെ വിവരങ്ങൾ, അവിടെ കുറേ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ആ ട്രാൻസ്ജെൻഡേഴ്സിന് പേയ്മെൻറ്റ് നടത്തിയ ആളുകളുടെ വിവരങ്ങൾ, അങ്ങനെ അന്വേഷണം നടത്താവുന്ന എല്ലാ വിവരങ്ങളും രാവിലെ 7 മണിക്ക് മുമ്പ് തന്നെ ശേഖരിക്കുകയും തുടർന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. CCTV ദൃശ്യങ്ങളിൽ അതൊരു തിരക്കുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ധാരാളം ആളുകൾ വന്നു പോകുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഈ കേസിലേക്ക് എന്തെങ്കിലും ഒരു സൂചന നൽകുന്ന തെളിവുകളൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. രാവിലെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിക്കാനായി അന്ന് എറണാകുളം ACP ആയിരുന്ന രാജ്കുമാറിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമും അതുപോലെ രാജ്കുമാറും അടക്കം ഞങ്ങളൊരു സംഘത്തെ രൂപീകരിച്ചു. അതിൽ SI ജോസി, നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സ്ക്വാഡ് അംഗങ്ങളായ അജിലേഷ്, വിനീത്, സെൻട്രലിലെ ഇഗ്നേഷ്യസ്, കടവന്ത്രയിലെ ദിലീപ്, ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഒരു സംഘത്തെ രൂപീകരിച്ച് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഉള്ള അന്വേഷണങ്ങൾ ഞങ്ങൾ തുടങ്ങി. ആ അംബേദ്കർ സ്റ്റേഡിയത്തിൽ നിന്ന് എല്ലാ ദിശയിലേക്കും പോകുന്ന, അതുപോലെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പടിഞ്ഞാറ് വശത്തെ ഗേറ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ദിശയിലേക്കും പോകുന്ന എല്ലാ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. അതുപോലെ ആദ്യം ശേഖരിച്ച പേയ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി, ടവർ ഡംപ് ഡീറ്റെയിൽസ്, അങ്ങനെ കോൾ ഡീറ്റെയിൽസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചെങ്കിലും പ്രത്യേകിച്ച് ഈ കേസിലേക്ക് ഒരു സൂചന കിട്ടിയില്ല. ഇത് ഒരു പ്രധാനപ്പെട്ട കേസാണ്. കാരണം കൊച്ചി സിറ്റിയിലെ ഏത് കുറ്റകൃത്യവും മാധ്യമങ്ങളുടെ ശ്രദ്ധ വരുന്നതാണ്. പ്രതികളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അതെപ്പോഴും വലിയ പത്രവാർത്തയായിട്ട് വരും.
കൊച്ചി സിറ്റിയുടെ നടുവിൽ തന്നെ ഒരാളെ കുത്തിക്കൊന്നിരിക്കുന്നു. ആളെ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ രീതിയിലുള്ള എല്ലാ അന്വേഷണങ്ങളും നടത്തിയെങ്കിലും ആദ്യത്തെ ദിവസവും ഒരു സൂചനയും അതിനത് കിട്ടിയില്ല. അങ്ങനെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് വരുമ്പോൾ അംബേദ്കർ സ്റ്റേഡിയത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് പോകുന്ന CP ഉമ്മർ റോഡിൽ ഒരു കടയിലെ CCTVയിൽ ഒരു ദൃശ്യം, ഒരു ചെക്ക് ഷർട്ടുമൊക്കെ ഇട്ട ഒരാൾ നടന്നു പോകുന്നു. ആ നടന്നു പോകുന്നതിനിടയ്ക്ക് പെട്ടെന്ന് അയാൾക്കൊരു പരിഭ്രമം വന്ന പോലെ അയാൾ വരുമ്പോൾ ഉള്ള വേഗത പെട്ടെന്ന് കൂട്ടി അയാൾ അവിടെ നിന്ന് വിട്ടുപോകുന്നതായിട്ട് ഒരു CCTV ദൃശ്യം കിട്ടി. അങ്ങനെ ആ CCTV ദൃശ്യത്തിൽ പിന്തുടർന്ന് അയാൾ പോകുന്ന ദിശയിൽ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ അകലെയുള്ള ഒരു ലോഡ്ജ് വരെ എത്തി. അയാൾ ഒരു ഓട്ടോറിക്ഷ കയറിയാണ് പോകുന്നത്. അങ്ങനെ അന്വേഷിച്ച് ലോഡ്ജ് വരെ എത്തി. ആ ലോഡ്ജിലെത്തി അയാളെ കണ്ട് ചോദ്യം ചെയ്തെങ്കിലും അയാൾ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ആളാണെന്ന് സംശയം തോന്നിയില്ല. പക്ഷേ അപ്പോൾ അയാളൊരു വിവരം ഞങ്ങളോട് പറഞ്ഞു. അയാൾ നടന്നു വന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് ഓടി വരുന്ന പോലെ തോന്നി. അങ്ങനെ ഓടി വന്നുകൊണ്ട് ഇയാൾ പേടിച്ച്, ഈ ലോഡ്ജിൽ താമസിച്ചിരുന്ന ആൾ പേടിച്ച് അയാൾ പെട്ടെന്ന് അയാളുടെ നടത്തത്തിൻ്റെ വേഗത ഇത്തിരി കൂട്ടിയിരുന്നു. അതാണ് CCTV ദൃശ്യത്തിൽ കാണുന്നത്. ആ സമയത്ത് പുറകിൽ നിന്ന് ഒരാൾ ഓടി വരുന്നുണ്ടായിരുന്നു എന്ന് അയാൾ പറഞ്ഞു. ഞങ്ങൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അതത്ര വ്യക്തമായിരുന്നില്ല. പക്ഷേ ഇയാളുടെ അടുത്ത് ഈ വിവരങ്ങൾ കിട്ടി. വീണ്ടും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരാൾ പുറകിൽ നിന്ന് ഓടി തന്നെ കടന്നു പോകുന്നതായിട്ട് ഈ CCTV ദൃശ്യങ്ങളിൽ കണ്ടു. അങ്ങനെ ആ കണ്ടയാളെ വീണ്ടും അടുത്ത CCTV പരിശോധിച്ച് അങ്ങനെ ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായി. ആ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ അയാൾ നല്ല വേഗത്തിലാണ്, അംബേദ്കർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് നിന്ന് ഓടിയും ബാക്കിയുള്ള സ്ഥലങ്ങൾ നല്ല വേഗത്തിൽ നടന്നാണ് അയാൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം അയാൾ സാധാരണ രീതിയിൽ സ്റ്റേഷൻ്റെ ഉള്ളിൽ നടന്നു വന്ന് അയാൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൻ്റെ അടുത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി ഒരു ട്രെയിനിൽ കയറി പോകുന്ന ദൃശ്യങ്ങൾ കിട്ടി. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അയാളുടെ കുറച്ചുകൂടി വ്യക്തമായ ചിത്രങ്ങളും അതുപോലെ അയാൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, അയാളുടെ പുറത്തൊരു ബാഗ് തൂക്കിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ കുറേ വിവരങ്ങൾ കിട്ടി. റെയിൽവേ സ്റ്റേഷനിൽ അയാൾ എടുത്ത ടിക്കറ്റിൻ്റെ സമയം വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് 3 ടിക്കറ്റുകളാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് തൃശ്ശൂർക്ക്, അതുപോലെ ഒന്ന് ആലുവയ്ക്ക്, ഒന്ന് വാണിയമ്പലം എന്ന സ്ഥലത്തേക്ക്. 3 ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. അത് ഇയാൾ എടുത്ത സമയത്ത് തന്നെയാണ്. ഇയാളാണോ എടുത്തതെന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷെ 3 ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ അയാൾ പോകുന്ന ട്രെയിൻ പരിശോധിച്ചപ്പോൾ അത് രാവിലത്തെ 5:15 മണിയും കണ്ടുള്ള ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ 3 സ്റ്റേഷനിലേക്ക് പരിശോധന നടത്താൻ വേണ്ടി അന്വേഷണ സംഘത്തെ പല ടീമായിട്ട് ആദ്യം ആലുവയ്ക്കാണ് വിട്ടത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ എത്തുന്ന സമയത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അങ്ങനെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ ട്രെയിൻ അവിടെ വന്ന് നിൽക്കുന്നു. ഒരുപാട് ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഒരാളെ കടന്നു പോകുന്നത് അന്വേഷണം നടത്തിയിട്ട് അവർക്ക് അങ്ങനെ ഒരാളെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ ഒരു സൂചന ഇത് ഒരു പ്രതിയുടെയാണെന്ന് ആ സമയത്ത് അത്ര കണക്കൂട്ടലുകളില്ലാത്തതുകൊണ്ട് നമ്മളുടെ അന്വേഷണം ആ സമയത്ത് കൂടുതലും കേന്ദ്രീകരിച്ചിരുന്നത് സംഭവസ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. അവിടെ വന്നിരുന്ന ആളുകൾ, അവിടെ വന്ന വാഹനങ്ങളുടെ നമ്പർ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന മറ്റ് വിവരങ്ങൾ, ആരെങ്കിലും കണ്ട് ചോദ്യം ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ്, ഓട്ടോ ഡ്രൈവർമാർ, കടക്കാർ ഇവരൊക്കെ ഉണ്ട്. ഇവരെ കണ്ട് ചോദിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾക്ക് അനുസരിച്ച് അവിടെ അന്വേഷണം നടത്തി കഴിഞ്ഞു. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ അന്വേഷിച്ച് വിവരങ്ങൾ കിട്ടാത്ത കാരണം കൂടുതലും ഞങ്ങളുടെ അന്വേഷണം വീണ്ടും KSRTC ബസ് സ്റ്റാൻഡും ആ പരിസരവും കേന്ദ്രീകരിച്ച് തന്നെയായി. അവിടെ പക്ഷേ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഈ കേസിൻ്റെ തെളിവിലേക്ക് സൂചന കിട്ടുന്ന യാതൊരു വിവരവും അവിടെ കിട്ടിയില്ല. തുടർന്ന് വീണ്ടും ഈ CCTV ദൃശ്യത്തിൽ കണ്ട ആളെ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം നടത്താനായി അടുത്ത റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടുത്തെ CCTV ദൃശ്യങ്ങൾ കണ്ട് പരിശോധിച്ചപ്പോൾ ഈ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ സംശയിക്കുന്ന ആൾ വന്നിറങ്ങിയതായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ അവർക്ക് കിട്ടി. തുടർന്ന് അതിനെ കേന്ദ്രീകരിച്ച് അയാൾ പോകുന്ന ദിശ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ആ സമയം ഏകദേശം 8-8:15 മണിയായിട്ടുണ്ട്. രാവിലെ 5:15 ട്രെയിനിൽ അയാൾ കയറിയത്. ഒരു 8:15 മണിയോടുകൂടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ പാസഞ്ചർ ട്രെയിൻ എത്തി. അവിടെ നിന്ന് ഇയാളെ ഇറങ്ങി നടന്നു പോകുന്നതായിട്ട് കണ്ടു. അവിടെ നിന്ന് പോകുമ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പുറത്ത് പോകുന്നയാൾ
ഒന്നുകിൽ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകും, അല്ലെങ്കിൽ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോ വിളിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓട്ടോ വിളിച്ച് പോകാനുള്ള സാധ്യതയുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്തൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരാൾ കയറി പോകുന്നതായിട്ട് കാണുന്നില്ല. അയാൾ അവിടെ നിന്ന് പോകുന്നതായിട്ടേ കാണുന്നില്ല. ഈ സംശയിക്കുന്നയാൾ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലെത്തിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് കയറി ഒരു ബസ്സിൻ്റെ മുന്നിൽ പോയി അതിൻ്റെ ബോർഡ് നോക്കിയതിന് ശേഷം അയാൾ ഈ ബസ്സിലേക്ക് കയറുന്നതായിട്ടുള്ള ഒരു ദൃശ്യം കിട്ടി. അത് വരന്തരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ഒരു ബസ്സായിരുന്നു. അപ്പോൾ ആ ബസ്സിൽ ജീവനക്കാരെ കണ്ട് ഇയാളുടെ ഫോട്ടോയെ കാണിച്ച് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് അതിൻ്റെ അകത്തൊരു സൂചനയൊന്നും കിട്ടിയില്ല. അവരോട് മാത്രമാണ് ആ സമയത്ത് പോയ സംഘം കാണിച്ച് ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെ ചോദിച്ചിട്ട് പ്രത്യേകിച്ച് വിവരമൊന്നും കിട്ടാതിരുന്നതുകൊണ്ട് തിരിച്ചവരെവിടെ എത്തി. വീണ്ടും എല്ലാ ദിവസവും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വൈകിട്ട് അന്നത്തെ ഡെവലപ്മെൻറ്റ് ചർച്ച ചെയ്ത് ഒരു മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. അതിൽ അന്വേഷണത്തിൽ പങ്കെടുത്ത എല്ലാ സംഘാംഗങ്ങളും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജയ് ശങ്കർ, ACP രാജ്കുമാർ എല്ലാം പങ്കെടുക്കാറുണ്ട്. അങ്ങനെ സംസാരിച്ച് ഇയാൾ ബസ്സിൽ കയറിപ്പോയ ഇന്ന് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഇത് അവിടെ ഒന്നും കൂടെ പോയി അവിടുത്തെ ബസ് ജീവനക്കാരെ എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്താമെന്നുള്ളത് തീരുമാനിച്ചു. അത് ഇത്രയും ആലോചിച്ച് തീരുമാനിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ ഈ ഒരു പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അത് പരസ്യപ്പെടുത്തുന്നത് പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടാൻ നമുക്ക് സഹായകരമായിരിക്കുമെങ്കിലും ചിലപ്പോൾ ഇത് പ്രതിക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും അന്വേഷണത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ആലോചിച്ചതിന് ശേഷം വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ട് അവിടെ വീണ്ടും ബസ് സ്റ്റാൻഡിലെത്തി ഈ ബസ്സിലെ ജീവനക്കാരെ കണ്ടിട്ട് അവർക്ക് അവിടെ എന്തെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ടോ എന്ന് ചോദിച്ച് അവർക്കൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്യാമെന്ന് തീരുമാനിച്ച് അങ്ങനെ അവർക്കത് കൊടുത്തു. അങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു വിവരം അവിടെ നിന്ന് കിട്ടി, ഈ ബസ് ജീവനക്കാരിൽ നിന്ന് കിട്ടി. ഇയാൾ വരന്തരപ്പള്ളിക്ക് പോകുന്ന വഴിയിൽ തന്നെ ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു താമസക്കാരനായ ടാർസൻ എന്ന് വിളിക്കുന്ന അഗ്നാൻ എന്നാണ് ഇയാളുടെ പേര്. അങ്ങനെ ഒരാളാണെന്ന് സംശയമുണ്ട്, കാഴ്ചയിൽ അങ്ങനെ തോന്നുന്നു. അയാൾ വീട്ടിൽ സ്ഥിരതാമസമില്ല, പല സ്ഥലത്തും ജോലിക്കൊക്കെ പോകുന്നയാളാണ്. അയാൾക്ക് സാധാരണ തൊഴിലുകളാണ്, പെട്രോൾ ബങ്കിൽ ജോലി, അങ്ങനത്തെ ജോലികളാണ്. അപ്പോൾ അയാളാണ് എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞു. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അങ്ങനെ ഈ വരന്തരപ്പള്ളി ഭാഗത്ത്, അപ്പോൾ ഇയാളുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ വരന്തരപ്പള്ളി CI, ഇന്നത്തെ പറവൂർ DYSP ആയ CI ജയകൃഷ്ണനാണ്. അപ്പോൾ ഈ ജയകൃഷ്ണൻ്റെ അടുത്ത് എത്തി ഇയാളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ജയകൃഷ്ണൻ സ്ഥലത്തൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് മനസ്സിലായി, പറഞ്ഞു. അതുപോലെ ഇയാളുടെ ഫോട്ടോ കണ്ട് സ്ഥിരീകരിച്ചു ഇയാൾ തന്നെയാണ്. ഇയാളെക്കുറിച്ച് വേറെ പോലീസ് സ്റ്റേഷനിലൊന്നും വലിയ ഹിസ്റ്ററി ഇല്ല, പക്ഷേ അയാളുടെ കൂട്ടുകാരെക്കുറിച്ചൊക്കെ ഞങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അയാളുടെ ചില കൂട്ടുകാരെക്കുറിച്ചൊക്കെ വിവരം കിട്ടി. അങ്ങനെ ചില വിവരങ്ങൾ വരന്തര പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടി. അതുപോലെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഫോൺ നമ്പറും കിട്ടി. ആ അയാളുടെ ഫോണിൻ്റെ CDR എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ കൊച്ചി സിറ്റിയിൽ ഉണ്ടായിരുന്നതെന്നും അതുപോലെ തന്നെ അയാൾ ഈ യാത്ര ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ ആ CDRൽ നിന്ന് വിവരം കിട്ടി. CCTV ദൃശ്യങ്ങൾ കണ്ടയാൾ ഈ അഗ്നാൻ തന്നെയാണെന്നുള്ള കാര്യം ഈ CDRും കൂടി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടു. പക്ഷേ അന്നത്തെ ഈ ഫോട്ടോ ഗ്രൂപ്പിൽ കൊടുത്തതിന് ശേഷം അയാളുടെ ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. അതുവരെ ആ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുശേഷം ആ ഫോൺ നമ്പർ വർക്ക് ചെയ്തിട്ടുണ്ട്, സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. അതിനുള്ള കാരണം പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. അത് പറഞ്ഞു വരുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫായി. അതോടുകൂടി ഇയാളെ കിട്ടാനുള്ള സൂചന, ഇയാൾ സ്ഥിരമായിട്ട് ഈ സ്ഥലത്ത് താമസമുള്ള ആളല്ല, അതുപോലെ തന്നെ ഇയാൾ എവിടെയാണ് പോയിരിക്കുന്നതെന്നുള്ള കൃത്യമായിട്ട് അന്വേഷിക്കാൻ പറ്റില്ല. അവിടെ വീട്ടിൽ പോയി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെക്കുറിച്ചുള്ള വിവരവും കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണെന്ന് വരന്തരപ്പള്ളിയിലെ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ ബോധ്യപ്പെട്ടു. കാരണം അയാൾ വീട്ടിൽ സ്ഥിരമായിട്ട് താമസമുള്ള ആളല്ല. പിന്നെ വരന്തരപ്പള്ളിയിൽ നിന്ന് കിട്ടിയ മറ്റൊരു വിവരം, ഇയാൾക്കൊരു കൂട്ടുകാരനുണ്ട്, അയാളുടെ പേര് സിൻഡോ എന്നാണ്. സിൻഡോ ഒരു ലോറിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ്. അയാൾക്ക് സാധാരണ അയാളുടെ വർക്ക് നടക്കുന്നത് പുതുക്കാട് എന്ന് പറഞ്ഞ സ്റ്റേഷൻ പരിധിയിലുള്ള
അവിടെ മണ്ണ് മാറ്റുമൊക്കെ ചെയ്യുന്ന ഇതുണ്ട്. അങ്ങനെ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ടോറസ് ഓടിക്കുന്ന ഒരു ജോലിക്കാരനാണ് സിൻഡോ എന്നുള്ള വിവരം കിട്ടി. അങ്ങനെ സിൻഡോയെ എങ്ങനെയും കണ്ടെത്താനുള്ള ഒരു ശ്രമം. സിൻഡോയെ ഫോണിൽ വിളിച്ച് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിക്ക് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് സിൻഡോയെ നേരിട്ട് ബന്ധപ്പെടാതെ സിൻഡോയെ അല്ലാതെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ കണ്ടെത്താനുള്ള രീതിയിൽ ജയകൃഷ്ണനെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അടുത്ത ദിവസം തന്നെ ഈ സിൻഡോ ഒരു വാഹന തട്ടിയതായിട്ട് ബന്ധപ്പെട്ട് പുതുക്കാട് സ്റ്റേഷനിൽ എത്തിയതായിട്ട് പുതുക്കാട് സ്റ്റേഷനിൽ നിന്ന് ജയകൃഷ്ണനെ വിളിച്ച് പറയുകയും ജയകൃഷ്ണൻ അറിയിച്ച അനുസരിച്ച് ഞങ്ങളുടെ അന്വേഷണ സംഘാംഗങ്ങൾ അവിടെ എത്തുകയും ചെയ്തു. അവിടെ എത്തിക്കഴിഞ്ഞ് സിൻഡോയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സിൻഡോ അഗ്നാനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തന്നു. അഗ്നാൻ താമസിക്കുന്നത് ഒരു മുത്തശ്ശിയുടെ കൂടെയാണ്, അച്ഛനും അമ്മയും ഉണ്ട്, പല സ്ഥലത്തായിട്ട് ജോലി ചെയ്ത് താമസിക്കുകയാണ്. ഇയാൾ ഇപ്പോൾ ജോലിക്കായിട്ട് തിരുവനന്തപുരത്ത് പോകാമെന്നും പറഞ്ഞ് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇയാളുടെ ഒരു കൂട്ടുകാരനാണ് അനിൽകുമാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളും ഇയാളുടെ കൂട്ടത്തിൽ നേരത്തെ അഗ്നാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്ത് ജോലി ചെയ്തിരുന്നതായിട്ട് ഇവർക്ക് വിവരം അറിയാവുന്നതാണ് എന്നൊക്കെ സിൻഡോ പറഞ്ഞു. അങ്ങനെ സിൻഡോയോട് പറഞ്ഞിട്ട് അഗ്നാൻ്റെ സിൻഡോയുടെയും കൂട്ടുകാരനാണ് അനിൽ. അങ്ങനെ അനിലിനെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ അഗ്നാൻ അവിടെ അനിലിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളതായിട്ട് അനിലിൻ്റെ അടുത്ത് വിവരം കിട്ടി. അത് സിൻഡോയെ ഈ കാര്യത്തിൻ്റെ ഗൗരവങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അതൊരു കൊലപാതക കേസാണെന്നുള്ള കാര്യം പറഞ്ഞില്ല, ഒരു കേസുണ്ട്, അതിൻ്റെ അഗ്നാനെ കണ്ട് ചോദിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് സിൻഡോയെ കൊണ്ട് അനിലിനെ വിളിപ്പിച്ചതാണ്. സിൻഡോയെ കൊണ്ട് ഞങ്ങൾ പല ആളുകളെയും വിളിപ്പിച്ചിരുന്നു. അതിൽ അനിലിൻ്റെ അടുത്ത് വിളിച്ചപ്പോഴാണ് അഗ്നാൻ അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അനിൽകുമാർ ഉള്ളത് ആ സമയത്തുള്ളത് ചിക്ക്മംഗ്ലൂരിലാണ്. ചിക്ക്മംഗ്ലൂരിൽ അയാളുടെ അച്ഛനും അമ്മയുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും കൂട്ടത്തിൽ കർണാടകയിലെ ചിക്ക്മംഗ്ലൂരിലുള്ളൊരു തോട്ടത്തിലാണ് അനിൽ ജോലി ചെയ്യുന്നത്. ആ സ്ഥലത്തേക്ക് അഗ്നാൻ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ഈ സിൻഡോയെ വിളിച്ച് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം. അതിന് പോകാനുള്ള നമ്മുടെ സ്റ്റേറ്റ് കടന്ന് അന്വേഷണം നടത്താനുള്ളതുണ്ട്. അതിന് വേണ്ട പോലീസിൻ്റെ ചില അനുവാദങ്ങളൊക്കെ കിട്ടാനുണ്ട്. പ്രസിഡൻസി പാസ്പോർട്ട്, അങ്ങനെ അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരുടെ അനുവാദം, ഇതൊക്കെ കിട്ടാനുണ്ട്. അങ്ങനെ ഒരു സംഘം അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അന്വേഷണ സംഘത്തിലുള്ള SI ജോസി, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വിനീത്, അഖിലേഷ്, ഇഗ്നേഷ്യസ്, അനിൽ, അങ്ങനെ 5-6 പോലീസുകാരും സിൻഡോയും കൂടി കർണാടകത്തിലേക്ക് പോവുകയാണ്. സിൻഡോയുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ഒരു ഓട്ടത്തിന് പോവുകയാണ്, 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് സിൻഡോയുമായിട്ട് കർണാടകത്തിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് കാസർഗോഡ് വെച്ച് ഒരു കാസർഗോഡുകാരനെ കൂടി ഈ സംഘത്തിൽ കൂട്ടി. അയാളൊരു സാധാരണ മനുഷ്യനാണ്, പക്ഷേ അയാൾ ഡ്രൈവറാണ്. കൊച്ചി സിറ്റിയിൽ അയാൾ നേരത്തെ ഒരു അപകടമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ സംഘത്തിലുള്ള ചിലർക്ക് അയാളെ പരിചയമുണ്ടായിരുന്നു. അയാളെ കൂടെ കൂട്ടാനുള്ള കാര്യം, അയാൾക്ക് ഡ്രൈവിംഗ് അറിയാം, അതുപോലെ തന്നെ അയാൾക്ക് കർണാടക ഭാഷ അറിയാം. അപ്പോൾ ഒരു സഹായം ആവശ്യം വരും എന്നുള്ള രീതിയിൽ അയാളെയും കാസർഗോഡ് നിന്ന് കൂട്ടിയാണ് ഇവർ കർണാടകത്തിൽ പോകുന്നത്. ഈ അന്വേഷണ സംഘം ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഇടയ്ക്ക് അനിൽകുമാറിനെ വിളിക്കുന്നുണ്ട്. അനിൽകുമാറിനോട് ഈ കേസിൻ്റെ വിവരം പറഞ്ഞിട്ടില്ല. അഗ്നാനെ അന്വേഷിച്ചാണ് വരുന്നതെന്നുള്ള കാര്യം അനിൽകുമാറിനോട് പറഞ്ഞിട്ടില്ല. അനിൽകുമാറിനെ എത്രത്തോളം വിശ്വസിക്കാമെന്നുള്ള കാര്യം ആ സമയത്ത് ഉറപ്പില്ലാത്ത കാരണം അയാളെ വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഏതെങ്കിലും രീതിയിൽ അഗ്നാനോട് പറഞ്ഞാൽ അഗ്നാൻ അവിടെ നിന്ന് പോകാൻ സാഹചര്യമുണ്ടെന്നുള്ള രീതിയിൽ സിൻഡോയും അനിൽകുമാറും സാധാരണ എന്ന പോലെ ഇടയ്ക്ക് സിൻഡോ എന്ന് വിളിക്കും, അങ്ങനെയുള്ളൂ. ആ വിളിച്ച സമയത്താണ് അഗ്നാൻ അവിടെ ഉള്ള വിവരം അനിൽകുമാർ ഇവിടെ പറഞ്ഞത്. അങ്ങനെ അവിടെ എത്തി കർണാടകത്തിലുള്ള ശൃംഗേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലത്തെത്തി അന്വേഷിച്ചപ്പോഴാണ് ഇതൊരു വലിയ തോട്ടമാണെന്ന് മനസ്സിലായി. അനിൽകുമാറിൻ്റെ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നതും അനിൽകുമാറും അഗ്നാനും ഉള്ള തോട്ടം ഏകദേശം 500ഓളം ഏക്കർ വലുപ്പമുള്ള ഒരു കശുമാവിൻ തോട്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അനിൽകുമാറിനെ ഒരു ദിവസം വിളിച്ചു കഴിഞ്ഞപ്പോൾ അനിൽകുമാർ ആ ദിവസങ്ങളിൽ ഒരു തവണ വിളിച്ചപ്പോൾ അനിൽകുമാർ ഈ അഗ്നാന് അവിടുത്തെ പണി അത്ര തൃപ്തിപ്പെട്ടിട്ടില്ല, അയാൾക്ക് വേറെ എവിടെയെങ്കിലും ജോലി കിട്ടുമെന്ന് നോക്കുന്നുണ്ട് എന്നുള്ള വിവരം പറഞ്ഞു. അപ്പോൾ സിൻഡോ അനിൽകുമാറിനോട് പറഞ്ഞു, ഇവിടെ നിന്നൊരു ലോറി വരുന്നുണ്ട്, അത് പോലീസ് പറഞ്ഞ പ്രകാരമാണ്, ഇവിടെ നിന്നൊരു ലോറി വരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്, അത് കർണാടക വഴി ബോംബെക്ക് പോകുന്ന ലോറിയാണ്, അതിൽ കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സിൻഡോയെ കൊണ്ട് അനിൽകുമാറിനോട് പറയിച്ചു. അപ്പോൾ അനിൽകുമാർ പറഞ്ഞു അത് അഗ്നാനോട് പറഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അഗ്നാനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഗ്നാന് പോകാൻ താല്പര്യമാണെന്ന് അറിയിച്ചു. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ലോറി ഡ്രൈവറുടെ ഫോണായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള കാസർഗോഡുകാരൻ്റെ ഫോൺ നമ്പർ കൊടുത്ത് അയാൾ ഡ്രൈവറാണ്, അയാൾ ഇവിടുന്ന് വരുന്ന ആളാണെന്നുള്ള
രീതിയിൽ അയാളെ പറഞ്ഞ് ഏൽപ്പിച്ച് അയാൾ വരുമ്പോൾ അവിടെ ചിക്കമംഗളൂർ ഇവരുടെ തോട്ടത്തിനടുത്തുള്ളൊരു സ്ഥലത്ത് എത്തുമ്പോൾ വിളിച്ചേക്കാം, അപ്പോൾ ആ സ്ഥലത്ത് എത്താൻ പാകത്തിന് പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് ഇവിടുന്ന് വന്നേക്കാമെന്ന് പറഞ്ഞു. ഇനിയും നമുക്കൊരു ലോറി വേണം, അതിൽ സംശയം തോന്നാത്ത രീതിയിൽ അവിടെ എത്തുന്ന ഒരു ഇത് വേണം. അങ്ങനെ ഞങ്ങൾ ശൃംഗേരി പോലീസ് സ്റ്റേഷനിൽ, നമ്മുടെ സ്ക്വാഡംഗങ്ങൾ ശൃംഗേരി പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ അവരോട് പറഞ്ഞ് ഒരു ലോറി സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ലോറിയുടെ നമ്പർ ഒരു പ്രശ്നമായിരുന്നു, അത് കർണാടക നമ്പറായിരുന്നു. അത് അവിടുന്ന് അവരോട് തന്നെ പറഞ്ഞിട്ട് അതൊരു കേരള നമ്പറൊക്കെ ആക്കിയിട്ട് ഇവിടുന്ന് ഈ കാസർഗോഡുകാരനും ക്ലീനറായിട്ട് ഒരു പോലീസുകാരൻ ഒരു ലുങ്കിയെ കൊടുത്ത് ഒരു ഷർട്ടൊക്കെ മാറ്റി അങ്ങനെ ക്ലീനറായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനും ഈ ലോറിയിൽ കയറി പറഞ്ഞ സ്ഥലത്ത് അവിടെ എത്തി. അതിൻ്റെ ഒരു 1/2 കിലോമീറ്റർ പുറകിലായിട്ട് ബാക്കിയുള്ള ആളുകൾ ഇവിടുന്ന് പോയ വാഹനത്തിൽ അവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ സ്ഥലത്ത് അഗ്നാൻ വരാൻ വേണ്ടി ഇവർ കുറേ നേരം കാത്തു നിന്നു. അഗ്നാൻ വരാൻ വളരെ വൈകി. എനിക്ക് തോന്നുന്നത് ഈ ലോറിയെ എന്തെങ്കിലും സംശയത്തോടുകൂടി നോക്കി അത് ഉറപ്പ് വരുത്താൻ വേണ്ടിയായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ കാത്തു നിന്ന സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം അഗ്നാൻ അവിടുന്ന് വന്നു. ഇയാൾ വന്നപ്പോൾ തന്നെ ലോറിയിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഇയാളെ മനസ്സിലായി. ഇയാൾ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ആളാണോ എന്നുള്ള കാര്യം അപ്പോൾ ഉറപ്പില്ല. അയാളെ മനസ്സിലാക്കി. അയാൾ ലോറിയിൽ കയറി. ലോറി ആ സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് ഒരു 4-5 കിലോമീറ്റർ മാറി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഇയാളുടെ കയ്യിൽ പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് വിലങ്ങിട്ട് ലോറിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിച്ചതിന് ശേഷം വണ്ടി നിർത്തി. അപ്പോഴത്തേക്കും ബാക്കിയുള്ള അന്വേഷണ ആളുകളും കൂടി എത്തി ഇയാളോട് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അഗ്നാൻ കുറ്റം സമ്മതിച്ചു. അഗ്നാൻ പറഞ്ഞ കഥ ഇങ്ങനെയാണ്. അഗ്നാൻ പറവൂർ ആലപ്പുഴ ഭാഗത്ത് ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ അവിടെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കി, അവരുടെ മുതലാളിയായിട്ടൊക്കെ വഴക്കുണ്ടാക്കി അവിടെ നിന്ന് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് വീണ്ടും പോയി അയാൾ അവിടെ നിന്ന് കുറച്ച് പൈസ കിട്ടാനുള്ളതൊക്കെ മേടിച്ച് ഒരു ദിവസം എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ഇയാൾ ഇവിടെ നിന്ന് പെട്രോൾ പമ്പിലേക്ക് പോകുമ്പോൾ ഒരു കത്തി മേടിച്ച് കയ്യിൽ വെച്ചുകൊണ്ടാണ് പോയത്. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സുരക്ഷ എന്ന രീതിയിൽ ഒരു കത്തി മേടിച്ച് കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ പറവൂർക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ പൈസ കൊടുത്തു. ഇയാളുടെ ബാഗിൽ പക്ഷേ അന്നേരം സമയത്ത് കത്തി ഉണ്ടായിരുന്നു. തിരിച്ച് അയാൾ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങി. അങ്ങനെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് സാധാരണ അയാൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ, അവിടെ അംബേദ്കർ സ്റ്റേഡിയത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ആ ഭാഗത്തേക്ക് അയാൾ പോകാറുണ്ട്. ഇയാൾ അതുപോലെ അന്നത്തെ ദിവസവും അവിടെ നിന്ന് ഇറങ്ങി ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഇരിക്കുന്ന അംബേദ്കർ സ്റ്റേഡിയത്തിൻ്റെ ആ ഭാഗത്ത് പോയിരുന്നു. അവിടെ നിന്ന് അല്പം ലഹരി ഉപയോഗിക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ ലഹരി ഉപയോഗിച്ചിരിക്കുമ്പോഴാണ് ഈ സന്തോഷ് മദ്യപിച്ച് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അങ്ങനെ അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ സന്തോഷ് ഇയാളെ പ്രൊവോക്ക് ചെയ്തു. അങ്ങനെ സന്തോഷും അഗ്നാനുമായിട്ട് കുറച്ച് വഴക്കുണ്ടായി. അപ്പോൾ അഗ്നാൻ കയ്യിലിരുന്ന കത്തി എടുത്തിട്ട് സന്തോഷിനെ 6ഓളം കുത്തുകയാണ് ചെയ്തത്. കുത്തിയതിന് ശേഷം ഉടൻ തന്നെ അഗ്നാൻ ഈ കത്തിയൊക്കെ എടുത്ത് ബാഗിൽ വെച്ചിട്ട് അവിടുന്ന് പരമാവധി ഇരുട്ടത്തോടെ കടന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് ടിക്കറ്റും എടുത്ത് ആ സ്ഥലത്ത് നിന്ന് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അയാൾ പരമാവധി കവറെടുത്താണ് അവിടെ വരെ പോയിരുന്നത്. വെളിച്ചമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടിയൊക്കെ പോയിരുന്നത്. പക്ഷേ ഓടിയാണ് പോയിരുന്നത്. അങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ആദ്യം പോലീസ് സംശയത്തോടു കൂടി നോക്കിയ ഇത്തിരി സ്പീഡിൽ പോകുന്ന ആളുടെ പുറകിലെത്തുകയും ആ പുറകിൽ വെച്ച് അയാൾ അല്പം ഈ പുറകിൽ നിന്ന് ഓടി വരുന്ന ശബ്ദം കേട്ടിട്ട് അയാൾ അല്പം ഓടിപ്പോവുകയും ആ ഓടിപ്പോയത് ശ്രദ്ധയപ്പെട്ട് അതിനെ പിന്തുടർന്ന് അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രതിയിലേക്ക് പോലീസിന് എത്താൻ സാധിച്ചിട്ടുള്ളത്. തുടർന്ന് ഈ പ്രതിയെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ അയാൾ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധവും അതുപോലെ ആ സമയത്ത് അയാൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അയാൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അയാളുടെ ബാഗും, തിരിച്ചറിയാവുന്ന ബാഗും വസ്ത്രങ്ങളും എല്ലാം അയാളുടെ കുറ്റസമ്മത മൊഴി പ്രകാരം ബന്ദോബസ്തിലെടുത്തു. കേസിൻ്റെ തെളിവിലേക്ക് ബന്ദോബസ്തിലെടുത്തു. അയാളോട് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു വഴക്ക്, ആ വഴക്ക് മാത്രമുള്ളൂ, അല്ലാതെ സന്തോഷിനെ അയാൾക്ക് നേരത്തെ അറിയാമല്ല, സന്തോഷമായിട്ട് പ്രത്യേകിച്ച് വിരോധ കാരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ കത്തി കയ്യിലുണ്ടായിരുന്നു. സന്തോഷമായിട്ടുള്ള വഴക്കിന് പെട്ടെന്ന് സന്തോഷിനെ കുത്തിക്കൊല്ലുകയാണ് ഉണ്ടായത് എന്നുള്ള അയാളെ അന്വേഷണം നടത്തിയപ്പോൾ തെളിഞ്ഞു. തോക്കെടുക്കാൻ വേണ്ടി അലമാരി തുറന്ന് തോക്കെടുത്ത് വന്നതിന് ശേഷം അയാൾ അവിടെയൊക്കെ നോക്കിയെങ്കിലും ആളെ കണ്ടില്ല. ഉടൻ തന്നെ ജിജിമോൻ DYSP സാറിനെ വിളിച്ചറിയിച്ചു. അങ്ങനെയാണ് ഞങ്ങളെല്ലാം അവിടെ വന്നത്. അപ്പോൾ ഏകദേശം വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇയാളുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ അന്ന് ആ വീട് മുഴുവൻ പരിശോധിച്ചെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല. പക്ഷേ ആ വീട്ടിൽ CCTV ക്യാമറ ഉണ്ടായിരുന്നു. അത് ഈ ബർമൂഡ കള്ളൻ തന്നെയായിരുന്നു. അതല്ലാതെ തന്നെ
ഈ നൈറ്റ് പട്രോൾ ശക്തമായതിന് ശേഷം ചില വീടുകളിൽ രാത്രി അവിടുന്ന് ഫോൺ കോള് കിട്ടി, പോലീസ് അവിടെ എത്തിയതിന് ശേഷം അവിടെ അന്വേഷണമൊക്കെ നടത്തി. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ആ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ സമീപത്തുള്ള വീടുകളിലൊക്കെ ഇയാൾ അവിടെ വരുന്നതായിട്ട് CCTV ദൃശ്യങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിലും അയാൾക്ക് ഒരു വേഷം തന്നെയാണ്. ഒരു ബർമൂഡ ധരിച്ചിരിക്കും, ബനിയൻ ധരിച്ചിരിക്കും. ബനിയനിൽ നൈക്കിൻ്റെ ഒരു ചിഹ്നമുണ്ട്, അത് ഇരുട്ടത്ത് നല്ല തെളിഞ്ഞ് കാണാൻ പറ്റും. അയാൾ മുഖംമൂടി ധരിച്ചിട്ടുണ്ട്, കയ്യിൽ ഗ്ലൗസ് ഉണ്ട്. ഇങ്ങനെയുള്ളൊരു കള്ളനാണ്.